മോഹൻലാൽ വെള്ളിത്തിരയിലെത്തുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെയാണ്. വർഷം 1980. സംവിധാനം ഫാസിൽ. നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. എന്നാൽ മോഹൻലാൽ അഭിനയിച്ച ആദ്യ സിനിമയായിരുന്നില്ല മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. തിരനോട്ടം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത്. 1978 ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അന്ന് ലാലിന് പ്രായം 18 വയസ്സ്. മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളുടെ നിർമ്മാണ കമ്പനിയായ ഭാരത് സിനി ഗ്രൂപ്പാണ് ചിത്രം നിർമ്മിച്ചത്. പ്രിയദർശൻ, സുരേഷ് കുമാർ, അശോക് കുമാർ, മണിയൻ പിള്ള രാജു തുടങ്ങിയവരായിരുന്നു അണിയറയിൽ. എല്ലാവരും സിനിമ സ്വപ്നം കൊണ്ട് നടന്നവർ. സ്റ്റാച്യുവിലെ കോഫി ഹൗസ് ആയിരുന്നു അവരുടെ ചർച്ചാവേദി. തിരനോട്ടത്തിനു വേണ്ടി ശശീന്ദ്രൻ നിർമ്മാതാവായി, അശോക് കുമാർ സംവിധായകനായി, പ്രിയദർശനായിരുന്നു സഹസംവിധായകൻ, സുരേഷ് കുമാർ ക്ലാപ്പടിച്ചു. അശോകും ശശിയും ചേർന്ന് തിരക്കഥ എഴുതി. ഡോക്ടർ മാത്യു വെല്ലൂർ അടക്കമുള്ള നിരവധി മനോരോഗ വിദഗ്ധരുമായി ചർച്ച ചെയ്താണ് തിരക്കഥ തയ്യാറാക്കിയത്. തിരനോട്ടം എന്ന് ചിത്രത്തിന് പേരിട്ടത് അശോക് തന്നെ. തിരനോട്ടത്തിന് വേണ്ടി പാട്ടെഴുതി ONV കുറുപ്പ്. 2 പാട്ടുകളാണ് അദ്ദേഹം എഴുതിയത്. സംഗീതം നൽകിയതാകട്ടെ MG രാധാകൃഷ്ണൻ. യേശുദാസും ജാനകി അമ്മയുമായിരുന്നു ഗായകർ. മാനസിക വൈകല്യമുള്ള കുട്ടപ്പൻ എന്ന കഥാപാത്രത്തെയാണ് തിരനോട്ടത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചത്. ഹാസ്യപ്രധാനമായ വേഷമായിരുന്നു അത്. ആദ്യ രംഗം ചിത്രീകരിച്ചത് മോഹൻലാലിനെ വെച്ചാണ്. സൈക്കിൾ ഓടിക്കുന്ന രംഗമായിരുന്നു അത്. ഒരു മുണ്ട് മാത്രമായിരുന്നു ലാലിൻ്റെ വേഷം. ചിത്രത്തിൻ്റെ ലൊക്കേഷനാകട്ടെ തിരുവനന്തപുരത്ത് മുടവൻമുകളിലുള്ള മോഹൻലാലിൻ്റെ വീടിൻ്റെ മുൻവശവും. മോഹൻലാലിനെ കൂടാതെ രവികുമാർ, ചന്ദ്രമോഹൻ, രേണുചന്ദ്ര തുടങ്ങിയവരായിരുന്നു മറ്റ് താരങ്ങൾ. സാമ്പത്തികവും സാങ്കേതികവുമായ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ചിത്രം പൂർത്തീകരിച്ചു. പക്ഷേ അപ്പോഴേക്കും മലയാള സിനിമ വഴിമാറി സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ കാര്യം പരിങ്ങലിലായി. കൊല്ലത്തെ കൃഷ്ണ തിയേറ്ററിൽ ഒരു ഷോ മാത്രം അവതരിപ്പിച്ച് പെട്ടിക്കുള്ളിലായി തിരനോട്ടം.